തിരഞ്ഞെടുപ്പ് വന്നതോടെ തൃശൂരിന് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. ശക്തൻ സ്റ്റാൻഡിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ബജറ്റ് പ്രഖ്യാപനങ്ങൾ. നിരവധി പ്രഖ്യാപനങ്ങൾ തൃശൂരുമായി ബന്ധപ്പെട്ട് ഉണ്ട്. MS ലിഷോയ് ജനറൽ ലിഷോയ്, തൃശൂരാണ് വലിയ ത്രികോണ ഫൈറ്റ് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ ഒന്ന്. അവിടെ ഏതു തരത്തിൽ ഈ ബജറ്റും ഒന്ന് തലോടുന്നുണ്ട്, അവിടേക്ക് ചില പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ബജറ്റിനോട് ചേർത്തുള്ള തൃശൂരിലെ ചർച്ചകൾ? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. സുവോളജിക്കൽ പാർക്കിൻ്റെ കാര്യത്തിലായാലും അതിനോടൊപ്പം തന്നെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് തുടങ്ങി തൃശ്ശൂർ നഗരത്തിൽ തന്നെ കോടികളുടെ പദ്ധതികളാണ് നിലവിൽ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തൃശ്ശൂരിലൊരു സവിശേഷ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ, തൃശ്ശൂരിൽ നേരത്തെ സുരേഷ് ഗോപി എത്തി തൃശ്ശൂർ മാംസ മാർക്കറ്റിന് വേണ്ടി ലക്ഷങ്ങൾ ഒരു പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിൽ തൃശ്ശൂർ മേയർ, LDF ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ തൃശ്ശൂർ മേയർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നിലവിലെ MP ഒന്നും ചെയ്തില്ല, പകരം സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ നഗരത്തിന് വേണ്ടി ചില പദ്ധതികളെങ്കിലും നടപ്പാക്കിയത് അല്ലെങ്കിൽ നൽകിയത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ മറികടക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്നായി തൃശ്ശൂർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് വരുന്നതെന്നാണ് പൊതുവിൽ ഉള്ള ഒരു വിലയിരുത്തൽ. തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിലും അതിനോടൊപ്പം തന്നെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലും കൂടാതെ തൊട്ടടുത്തുള്ള പുതുക്കാട്, ഇരിങ്ങാലക്കുട കൂടാതെ അങ്ങനെ നിരവധിയായ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ ടൂറിസം മേഖലയെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ മുസ്രിസ് പദ്ധതിയെയും കൂടാതെ നാട്ടിക മണ്ഡലത്തിൽ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ വികസന പദ്ധതികൾക്കായുള്ള തുക ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. എന്തായാലും വലിയ ഒരു ശ്രദ്ധാകേന്ദ്രം, തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തൃശ്ശൂരിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോലാഹലമെല്ലാം തന്നെ ആയി ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തൃശ്ശൂർ കടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പദ്ധതികൾ ലഭിക്കുന്ന ഒരു ബജറ്റും ഉണ്ടാകുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.